ഏറിപ്പോക്കൊന്നും നമ്മള് ജീവിതത്തിൽ വലിയ കാര്യമല്ല. അത് പോകും വരും അല്ലേ? അതൊരു ബലൂണ് പോലെ ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ സംഗീതം ചെയ്ത്, ഞാൻ തന്നെ പണിവാ. അങ്ങനത്തെ പണിയൊക്കെ ഉണ്ട്. ഞാൻ അത്ര അറിയാം. ഹിഡൻ ആയിട്ടുള്ള ഒരു സ്വഭാവം പിന്നെ കാണിക്കുന്നുണ്ടോ? അതിപ്പോ കാണിച്ചോണ്ടിരിക്കല്ലേ. കട്ടിന് ശേഷം അതെല്ലാം ഉണ്ടാവും. ആക്ഷൻ വരുമ്പോ പുള്ളി വേറൊരാളായിട്ട് മാറും. കട്ടിന് ശേഷം പുള്ളിയുടെ ശരിക്കുള്ള റിയൽ സ്വഭാവം മതിയല്ലോ. ഭയങ്കര ബുദ്ധി ഉപയോഗിക്കണം കേട്ടോ ഇതിന്. അവർ ചോദിക്കുന്ന ബുദ്ധിമുട്ട് സാമ്പത്തികത്തെ കുറിച്ച് ചോദിച്ചത്. ഞാൻ പറഞ്ഞു നിങ്ങൾ തരുന്ന അങ്ങനെ പറഞ്ഞു അല്ലേ, നിങ്ങൾ എന്ത് തരുന്ന ഉറപ്പിച്ചു പറഞ്ഞു. തെയ്യാദിനം ദിനധാരോ തെയ്യന്നം ധാരോ തകതെയ്യാദിനം ദിനധാരോ തെയ്യന്നം ധാരോ. തകതെയ്യാദിനം ദിനധാരോ തെയ്യന്നം ധാരോ. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് ആൻഡ് ദിസ് ഇസ് കളർഫുൾ സ്റ്റോറീസ് വിത്ത് അഞ്ജലി. അപ്പോൾ ഇന്ന് കളർഫുൾ സ്റ്റോറീസിൽ ജെറി സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് എൻ്റെ കൂടെ 4 പേരുണ്ട്. എബിൻ, നസീർ, പ്രമോദ് ആൻഡ് സണ്ണി. വെൽക്കം ടു അവർ ഷോ. അപ്പോൾ ജെറിയാണ് ഇപ്പോഴത്തെ വിശേഷം. നിങ്ങൾ 4 പേരും വളരെ മെയിൻ ആയിട്ടുള്ള റോളുകൾ ചെയ്ത ആളുകളാണ്. സോ എന്തൊക്കെയുണ്ട് ഈ ജെറി സിനിമയുടെ വിശേഷങ്ങളാണ് ഇനിയിപ്പോൾ നമുക്കറിയാനുള്ളത്. ജെറി എന്താണ്, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ കഥാപാത്രങ്ങൾ എന്താണ് പറയും? ആരാണ് പറയുന്നത്? തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ചേട്ടൻ വിചാരിച്ചെന്നാ പിന്നെ പ്രമോദേട്ടൻ തന്നെ പറയുമായിരിക്കും. ഇത് പ്രായത്തിന്റെ തലക്കാച്ചിന്റെ പ്രായത്തിന്റെ. ഓക്കെ, അപ്പൊ ആരിൽ നിന്ന് തുടങ്ങണം? സണ്ണി ചേട്ടൻ പറഞ്ഞു. ജെറി എന്ന് പറഞ്ഞ പടത്തിലെ തൈപ്പാൻ എന്നൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ 2 കുടുംബങ്ങൾ തമ്മിലുള്ള കഥയാണ് പറഞ്ഞു പോകുന്നത്. അതിൻ്റെ അകത്ത് തൈപ്പാനും അതിൽ ഗോപിയാണ് പ്രമോദേട്ടൻ ചെയ്തത്. അപ്പം അവർ തമ്മിലുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളാണ് പ്രമേയം പറഞ്ഞു പോകുന്നത്. വളരെ ഹ്യൂമറുണ്ട്. എന്നാൽ ഒരു റിയലിസ്റ്റിക് ഒരു സ്റ്റോറിയാണ്. ഇത് ഒരു ട്രൂ സ്റ്റോറിയാണ്. അതിനെ ബേസ് ചെയ്താണ് നമ്മൾ അതിനൊരു ബേസ് ചെയ്താണ് നമ്മൾ കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ പോകുന്ന ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർ പടം കണ്ടു കഴിയുമ്പോൾ കറക്റ്റ് എന്നാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനിയിപ്പം ഇവരും പറയട്ടെ, ഞാൻ തന്നെ എല്ലാം. ചേട്ടൻ്റെ ആദ്യത്തെ സിനിമയാണ് എൻ്റെ ആദ്യത്തെ ഫിലിം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഇപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒക്കെ അഭിനയിച്ച് തകർത്തപ്പോഴത്തേക്ക് എക്സ്പീരിയൻസ്. പിന്നെ ഈ പടത്തിൻ്റെ വേറൊരു പ്രത്യേകത, എൻ്റെ പ്രൊജക്ട് ഡിസൈനർ കൂടി ഞാനായിരുന്നു. അപ്പം അതാണ് ഇതിന് വേറൊരു പ്രത്യേകത. പടത്തിന്റെ അതിലൊക്കെ ഏറ്റവും കൊള്ളാവുന്ന വേഷം അപ്പം ക്യാരക്ടർ അങ്ങനെ യാദൃശ്യമായിട്ട് എന്നിലേക്ക് വരുന്നതാണ്. ഞാൻ ആ ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത് അങ്ങനെ പ്ലാനിങ്. അതൊക്കെ വെറുതെ ആദ്യം പ്രോജക്ട് ഡിസൈൻ ചെയ്തത് തന്നെ ഒരു തമാശ. അങ്ങനെയാണ് എൻ്റെ ഡയറക്ടർക്ക് അറിയാം. അപ്പോൾ ആ ലെവലാണ് പ്രോജക്റ്റ് പോയത്. പിന്നെ യാദൃശ്യമായി അതിനകത്ത് ആ ക്യാരക്ടറിലേക്ക് നമ്മളിലേക്ക് എത്തി. പിന്നെ അത് നല്ലപോലെ ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ബാക്കി ഇനി പ്രേക്ഷകരാ തീരുമാനിക്കുന്നത്, നമ്മളല്ലല്ലോ. അപ്പം പ്രേക്ഷകരെങ്ങനെ ഏറ്റെടുക്കുന്ന പടം കാണുമ്പം ഞാൻ അവരിൽ നിന്ന് അഭിപ്രായം അറിയുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന എന്താണെന്ന് അഭിപ്രായം അറിയാൻ പറ്റുള്ളൂ. എന്താണ് ക്യാരക്ടർ പറയും? ക്യാരക്ടറിന്റെ പേര് ബെന്നി എന്നാണ്. പുള്ളി ഒരു ദുബായ് റിട്ടേൺ ആണ്. ഇപ്പൊ തേയ്പ്പാന്റെ മരുമകനായിട്ടാണ് വരുന്നത്. അപ്പോൾ പുള്ളി കോട്ടയംകാരാണ്. പക്ഷെ ഇടുക്കിയിലേക്ക് വൈഫ് ഹൗസ് ആണ് ഇടുക്കിയിൽ. പുള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നിഷ്കുവാണ്. ഓക്കെ, ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാ കാര്യങ്ങളും കയറി ഇടപെടുക, അതുവഴി വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പൊ എല്ലാ ഏത് നാട്ടിൽ ചെന്നാലും നമുക്കൊരു ബെന്നിയെ കാണാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഇടപെട്ട് ശരിക്കുള്ള സ്വഭാവത്തിൽ നിന്ന് മാറി ചെയ്തൊരു ക്യാരക്ടറാണ്. മര്യാദക്കാരനായിട്ട്. ശരിക്കും ഇങ്ങനെ അല്ല പുള്ളി. പക്ഷെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു സ്വഭാവം പിന്നെ കാണിക്കുന്നുണ്ടോ? അതിപ്പോ കാണിച്ചോണ്ടിരിക്കല്ലേ. കട്ടിന് ശേഷം അതെല്ലാം ഉണ്ടാവും. ആക്ഷൻ വരുമ്പോ പുള്ളി വേറൊരാളായിട്ട് മാറും. കട്ടിന് ശേഷം പുള്ളിയുടെ ശരിക്കുള്ള റിയൽ സ്വഭാവം മതിയല്ലോ. നടക്കട്ടെ. അപ്പോൾ അങ്ങനെ രസം ഇൻട്രസ്റ്റിംഗ് ആയുള്ള ക്യാരക്ടറാണ്. നല്ല ക്യാരക്ടറാണ്. ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടറാണ്. ഇതെല്ലാം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഓരോരുത്തർ കൊടുത്തു. ഓരോ കഥാപാത്രം വാങ്ങി ഇതങ്ങ് ചെയ്താലല്ല അതങ്ങ് ചെയ്യാമെന്നാന്ന് തോന്നുന്നു. എല്ലാവരും വട്ടം കെട്ടിപ്പിടിച്ച് അവസാനം അടിപൊളി. ഇനി കവർ ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി.
ഇവരെല്ലാം പറഞ്ഞിട്ട് എന്തെങ്കിലും മിച്ചം ലാസ്റ്റ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ പറയാം. വളരെ സന്തോഷം ഈ പടത്തിൽ എനിക്ക് ചേർന്ന് വയ്ക്കാൻ പറ്റും. ഇതിനകത്ത് ഞാൻ ചോദിച്ചു മേടിച്ച ക്യാരക്ടറാണ് സത്യമായിട്ട്. ജാനകി ജാന എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷൻ ഞാൻ നിൽക്കുമ്പോൾ ഇവർ സന്നിജാൻ നമ്മുടെ ഡയറക്ടറോട് ഒരു റൂമിൽ വന്നിട്ട് ഒരു കഥ പറയാനുണ്ട്, ഒന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞു. പറഞ്ഞു ഒരു കഥ പറയുമ്പോൾ അതിനകത്ത് വേറൊരു ക്യാരക്ടർ എന്നോട് പറഞ്ഞത്, ഒരു മാഷിൻ്റെ ക്യാരക്ടർ പറഞ്ഞു. ഓക്കെ, അത് പോയി മുന്നോട്ട് പോയി. ഞാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ 5 ദിവസത്തെ ആവശ്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ റെഡി, സമയം ഉണ്ടെങ്കിൽ എത്താമെന്നൊക്കെ പറഞ്ഞു. കാര്യങ്ങളെല്ലാം സംസാരിച്ച് പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലൊരു മരണം നടന്നു. എൻ്റെ അച്ഛൻ്റെ അനിയൻ മരിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് 2 ദിവസം വല്ലാതെ ടയേർഡായിരുന്നു ഞാൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ, ഞാനാണ് ആ വീട്ടിൽ മൂത്ത ആളായതുകൊണ്ട് അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഒന്ന് എല്ലാ ചടങ്ങുകളെല്ലാം തീർന്നു റിലാക്സ് ആയി ഞാനിങ്ങനെ കിടക്കുക. അപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നായിരുന്നു എനിക്ക്. ഞാൻ വീട്ടിൽ ഇങ്ങനെ മുറിയിൽ കിടന്നപ്പോൾ മാനസിക സംഘർഷം വല്ലാതുണ്ട്. അപ്പം അന്ന് ഇവർ തന്ന കഥ വായിക്കുക, അന്ന് ഒന്ന് കുറച്ച് വെറുതെ കിടക്കുകയല്ലേ, ഒന്ന് വായിക്കാമെന്ന് പറഞ്ഞ് ശരിക്കും വായിച്ചു തുടങ്ങിയാണ്. കഥ വായിച്ച് തീർന്ന് ആ ഫോൺ ഞാനിങ്ങനെ നെഞ്ചിലേക്ക് കണ്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാനിവരെ വിളിച്ച്, എന്തായി കാര്യങ്ങളൊക്കെ ഇവിടെ നന്നായി പോകുന്നു. അപ്പം തേപ്പാനൊക്കെ ഈ ഗോപിയുടെ ക്യാരക്ടർ ആരാ ചെയ്യുന്നത് ചോദിച്ചു. അത് വേറൊരാളെയാണ്. ഞാനത് ചെയ്യുന്നതിൽ വിരോധമുണ്ടോ ചോദിച്ചു. സത്യമായിട്ട് ഞാൻ ചോദിച്ചാൽ എനിക്ക് ഭയങ്കര അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ചില ചേഷ്ടകളും ഒരുപാട് അഭിനയിക്കേണ്ടതായിട്ട് വന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ചലനങ്ങളും എൻ്റെ സംസാര രീതികളൊക്കെ ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ പ്രൊമോട്ടറായിരുന്നു അത് എങ്ങനെ. അപ്പം ഒന്നാമത് നമ്മളൊരു അവർ വേറെ ആരോ ഉദ്ദേശിച്ച് വെച്ചിരുന്ന ക്യാരക്ടറാണ്. ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു അല്ലേ. അത് പിന്നെയാണ് ഞാൻ അറിയുന്നത് ഇവർക്ക് സൂട്ടാണ്. ഇവരും ഇങ്ങനെ എന്താ പറയുക ഒരു ടെൻഷൻ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ അങ്ങനെ. അപ്പോൾ ഇവർ പറഞ്ഞു എന്നെ പോലെ ഒരാളെന്നൊക്കെ പറഞ്ഞു. ഞാനൊന്നും അല്ല, എങ്കിലും എന്നെ പ്രൊമോട്ടറെ പോലെ ഒരാൾ വന്നാൽ അങ്ങനെ ഞങ്ങൾക്കത് ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, മറ്റൊരു കാര്യത്തിനും ബുദ്ധിമുട്ടില്ല, നിങ്ങൾ പറയുന്നതിന് ചെയ്ത്. അവർ ചോദിക്കുന്ന ബുദ്ധിമുട്ട് സാമ്പത്തികത്തെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ തരുന്ന അങ്ങനെ പറഞ്ഞു അല്ലേ, നിങ്ങൾ എന്ത് തരുന്ന ആന്നൊരിത് സാമ്പത്തിക ചോദിച്ചപ്പോ അല്ലേ ഉള്ളി വേദനയുള്ള ഉറപ്പിച്ച് പറഞ്ഞു. ഒരു ഡൗട്ട് എവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഞാൻ നിങ്ങൾ എന്ത് തരുന്നു അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ തന്നെ പറഞ്ഞു, ഉറപ്പാ അങ്ങനല്ലേ. അങ്ങനെ സംസാരിച്ച് അങ്ങനെയാണ് ഞാൻ ശരിക്കും പറയുന്നത് ഗോപിയിലേക്ക് എത്തുന്നത്. ഗോപി മറ്റ് ഒരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ കട്ടപ്പനയിലാണ് ഈ സിനിമയുടെ ഷൂട്ടിങ് ഭൂരിഭാഗവും നടന്നു. അവിടെ കുറേ നിഷ്കളങ്കരായ ആളുകൾ നമ്മളോട് വല്ലാതെ നമ്മളെക്കാട്ടിൽ കഴിവുറ്റ മനോഹരമായി വേഷം ചെയ്യാൻ കഴിയുന്ന കുറേ നാട്ടുപ്രദേശത്തിലേക്ക് എന്ത് രസമായിരുന്നു അവരൊക്കെ. അതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ ഞാനൊരു കുട്ടനാട്ടുകാരനാണ്, ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇങ്ങോട്ടുള്ള താമസിക്കുന്നത്. നമുക്ക് അവിടുത്തെ തണുപ്പ് അത്ര പിടിക്കുകയില്ല. അവിടെയുള്ള ആളുകൾ പറഞ്ഞ് വെളുപ്പിലെ 4:30 ഇത്ര തണുപ്പുണ്ടെന്ന് അവരന്നാ അറിയുന്നത്. കാരണം 4:00 ഷൂട്ടിങ് കിടക്കുക, 4:45 4:30 കീറി ഇങ്ങനെ നടന്ന് ഇങ്ങനെ അടിക്കും അങ്ങനെ വളരെ ഇതാണ്. പക്ഷേ അവർ ഭയങ്കരമായിട്ട് നമ്മൾ സഹകരിച്ച് ഈ സിനിമയ്ക്ക് ഒരു വൻ വിജയമാകുന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മൾ പ്രതീക്ഷ വെക്കാമല്ലോ. ആ പ്രതീക്ഷയിൽ ഞങ്ങൾ വിജയിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു ഞങ്ങളെക്കാട്ടിൽ ഇതിന് ഏറ്റവും കൂടെ അർഹതപ്പെട്ടവർ ആ കട്ടപ്പനയിൽ ഞങ്ങളോടൊപ്പം നിന്ന ആ നാട്ടിലെ കുറേ ആളുകളാണ്. സത്യസന്ധമായി പറയാം, ഉള്ളിൽ നിന്ന് പറയാണ്. അവരുടെ ഒരു വല്ലാത്ത സഹകരണം ആ 2 വീട്ടുകാരെ വീട്ടുകാരൊക്കെ ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് കൊണ്ട് ഫ്രണ്ടൊക്കെ എടുക്കത്തുള്ളൂ എന്നൊക്കെ പറയാം. ചെന്ന് കയറി കൊടുത്ത് ഒരു 1.5 മാസം വീട്ടുകാരെ വെളിയിൽ ഇറങ്ങി അവർ ഒന്നങ്ങോട്ട് കയറി അവിടെ കിടക്കുക ഷോട്ട് എടുക്കുക പ്ലീസ്. പിന്നെ എന്ത് ചെയ്ത് അവരുടെ വീട്ടുകാരെ കൂടെ അഭിനയിപ്പിച്ചു. അതുകൊണ്ട് പിന്നെ പുള്ളി അതായത് ഷൂട്ടിന് മുമ്പ് എടുക്കാൻ വേണ്ടി നമ്മൾ അവരോട് അനുവാദം ചോദിച്ചു. ഷൂട്ട് തുടങ്ങിയപ്പോൾ അവർക്ക് എന്തെങ്കിലും എടുക്കാൻ വേണ്ടി അവർ ചെറിയ സാധനങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ എന്തെങ്കിലും ഈ സിനിമ ഒരു ചരിത്രത്തിലേക്ക് എഴുതപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ഒരു 100%-ൽ 50% ഞങ്ങളെല്ലാം തരത്തില്ല, ബാക്കി അവർക്കുള്ളതാണ് അല്ലേ. തീർച്ചയായിട്ടും പോലീസ് വേഷമാണെന്ന് തോന്നുന്നു. അല്ലല്ല അങ്ങനെ ആവശ്യമില്ലാത്ത പടം മാറിപ്പോകുന്നത് അങ്ങനെയാണ് മാറാതെ. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറാണ് രവീന്ദ്രൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഈ 2 കുടുംബങ്ങളുടെ ഇടയിലേക്ക് അവിചാരിതമായി വന്ന് കയറുന്ന ഒരു ക്യാരക്ടറാണ്. ബാക്കിയൊന്നും പറയാൻ പറ്റില്ല. വളരെ രസമായിട്ട് അനീഷ് ഉദയാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. വളരെ നാച്ചുറലായിട്ട് തന്നെ അദ്ദേഹം ഓരോ സീനും എടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഈ പറഞ്ഞ പോലെ 2 കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം, അതിൻ്റെ അകത്തുണ്ടാകുന്ന ചില ക്ലാഷും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോകുന്ന അതൊക്കെ ഒരു നർമ്മത്തിൻ്റെ മേമ്പൊടി ചേർത്തിട്ടാണ് മൊത്തം പറഞ്ഞിരിക്കുന്നത്. അതൊക്കെയാണ് എൻ്റെ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ എന്താണെന്നുള്ളത്. ഒരു കൂട്ടം ആളുകളുണ്ട് കേട്ടോ, ഈ ഇരിക്കുന്നവരല്ല, ഒരു കൂട്ടം, ഒരു ഗ്രാമം മുഴുവൻ ഒരു സിനിമയിലുണ്ട്. പുതിയ പുതിയ മുഖങ്ങൾ ഒരുപാടുണ്ട്. പുതിയ മുഖങ്ങളാണ് കൂടുതലും. ഓക്കെ, അപ്പൊ ഈ സിനിമയുടെ പേര് ടൈറ്റിൽ പോലെ ഈ ജെറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ടോം ആൻഡ് ജെറിക്കകത്ത് വല്ല എലിയുടെ വല്ല എന്തെങ്കിലും റാറ്റാണ്, അത് എലി തന്നെയാണ്. പെട്ടെന്ന് ആ പേര് കേൾക്കുമ്പോൾ എലിയിലേക്ക് തന്നെ, റിലേറ്റ് ചെയ്യുന്ന ചെറിയിലേക്ക് തന്നെയാണ്. ഏറ്റവും ചെറിയൊരു ക്യാരക്ടർ ചെയ്തേക്കണം.
നമ്മുടെ സിനിമ ചെയ്തേക്കണാണ് ജെറി. പക്ഷെ എനിക്ക് ചെറിയ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പേരെ ഓർമ്മ വരുന്നത്. അവന് എലി ടൈപ്പാണ്. നമ്മുടെ സിനിമയിൽ ഏറ്റവും ചെറിയ ക്യാരക്ടർ ചെയ്തേക്കണാണ് ജെറി. എലി. ഓക്കെ. അതൊരു സസ്പെൻസ് ആണ്. അത് സിനിമ കാണുമ്പോൾ വലിയൊരു ക്യാരക്ടറാണ് നമ്മുടെ പടത്തിലെ ഒരു കഥാപാത്രമാണ്. ആ ഓക്കെ. അപ്പോൾ ഇത് ഭയങ്കര ഒരു നിങ്ങളുടെ ആ ഒരു ക്യാരക്ടേഴ്സിൽ അല്ലെങ്കിൽ ആ ഒരു റോളുകളിൽ ഈ ഇല്ല, ഞങ്ങളാരെയും ജെറിക്ക് ഇതിൽ നല്ലൊരു പ്രാധാന്യം ഉണ്ട്. ട്രാക്ക് ഉണ്ട്, നല്ല ട്രാക്ക് ഉണ്ട്. ഒരു കുഴപ്പമില്ല. കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ജെറി വന്നിട്ട്? ജെറി ഒരു വീട്ടിൽ കയറി എന്താ സംഭവിക്കുക? അപ്പൊ അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാവും അല്ലാതാവും സിനിമ കാണുമ്പോൾ. അതിനൊരു ഭീകര കുഴപ്പങ്ങളൊന്നും അല്ല. അതിനൊരു നിർണായക ഘട്ടത്തിൽ ഇതിനൊരു പങ്കുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ജെറി എന്ന് പേരിട്ട്. അതെ അതെ. പിന്നെ എഴുതാനും എളുപ്പമല്ലേ, അതുകൊണ്ടായിരിക്കും. ജെറിക്കുന്നൊക്കെ പെട്ടെന്ന് അണ്ടകടാകമൊക്കെ എഴുതി വെച്ചിരുന്ന സമയം എടുക്കില്ല, അതുകൊണ്ടായിരിക്കും. അങ്ങനെയൊക്കെ കാണാം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയില് ശരിക്കും നിങ്ങളുടെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു സിനിമേനെ എന്താണ് ശരിക്കും അട്രാക്ട് ചെയ്യിപ്പിച്ച ഒരു കാര്യം എന്തായിരുന്നു ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ, കമ്മിറ്റ് ചെയ്യുമ്പോൾ? എനിക്ക് വ്യക്തിപരമായി ആ കഥാപാത്രം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ഒത്തിരി ആയാസപ്പെടാതെ അഭിനയിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ തന്നെ എൻ്റെ ചേഷ്ടകളും എൻ്റെ സംസാരങ്ങളും ഞാൻ പെരുമാറുന്നതൊക്കെ ആയിട്ട് എനിക്ക് തോന്നി. അതാ ആ കഥ വായിച്ച് തീർന്ന ഉടൻ തന്നെ ഞാൻ വിളിച്ചു, ഞാനത് ചെയ്തോട്ടെ, എനിക്ക് ആരെങ്കിലും ആയിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിന് വിരോധമുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ കാരണം അതിനോട് അത്രത്തോളം ഞാൻ പല സ്ഥലങ്ങളിലും എൻ്റെ സൗഹൃദ വലയങ്ങളിലും എൻ്റെ ഫാമിലിയിലൊക്കെ ഞാൻ പറയുന്നത് ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. എനിക്ക് നമ്മളൊരു വേഷം ചെയ്തു ഇമോഷണലി ആണെങ്കിലും അല്ലാതെ എല്ലാ ട്രാക്കിലൂടെ പോകുന്നൊരു ക്യാരക്ടർ. അപ്പോൾ നിങ്ങൾ എപ്പോഴായിരുന്നു വിളിച്ചത്? ജാനകിയുടെ ഷൂട്ടിൽ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. അലിക്കാൻ വിളിക്കുന്നതിന് മുന്നേ വിളിച്ചു. ഞാൻ ഇത് അത് കഴിഞ്ഞ് വായിച്ച് ഞാൻ വിളിച്ചു. പറഞ്ഞു അയ്യോ അല്ലാതെ അങ്ങനെ സത്യമാണ്. ഞാൻ അത് കഴിഞ്ഞ് ഒരുപാട് സമയം കഴിഞ്ഞു ഇത് എനിക്ക് ഡൗട്ട് ഉണ്ട്, നിങ്ങൾ തമ്മിൽ എപ്പോഴാണ് വിളിച്ചത്, ഇങ്ങനെയാ സംസാരിച്ചെന്നുള്ള? അതന്നെ ഞാൻ ആദ്യം വിളിച്ചു. അല്ല, ഞാനും ചോദിച്ചിരുന്നു. ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു ഇങ്ങനെ ഈ ക്യാരക്ടറുകൾ ആരാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം സണ്ണിയുടെ വേഷം ഒരു രീതിയിൽ എനിക്ക് വിട്ടില്ല. പിന്നെ അടുത്ത നോക്കാന്ന് വെച്ചപ്പം നമ്മളിപ്പോൾ ഒരു സിനിമയുടെ സീൻ കാണുമ്പോൾ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുമ്പോൾ അതൊരു നമുക്ക് താരങ്ങളെ അതിൽ ഫീൽ ചെയ്യില്ലേ, അല്ലേ? നമുക്കറിയാവുന്ന കുറേ താരങ്ങൾ എന്നുള്ള ഫീലിംഗ് ഉണ്ടാവില്ല. അങ്ങനെ ഇതിലെനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എല്ലാം കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ തൊട്ടയിലൊക്കെയുള്ള നാട്ടുപുറത്തുള്ള ആൾക്കാരായിട്ടൊരു ഫീലിംഗ് ഉണ്ട് എല്ലാവർക്കും. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്ന കുറേ ആൾക്കാർ പുതിയ ആൾക്കാരായതിൻ്റെ ഒരു ഗുണമുണ്ടാവും. പിന്നെ പ്രമോദൊക്കെ ആണെങ്കിലും നമ്മൾ അങ്ങനെ കൊണ്ട് നിർത്തിയാലേ നമുക്കൊരു അതല്ല ക്യാരക്ടറായിട്ട് നമുക്ക് ഭയങ്കര സംഭവം ഉദ്ദേശിക്കുന്ന ഭയങ്കരല്ലേ. ഈ ഒരു കോൺഫിഡൻസ് എല്ലാവർക്കും വേണ്ട അല്ലേ? ഞാൻ ഭയങ്കര സംഭവം അല്ലേ? ആ ഏറി വിടാനുള്ള പരിപാടിയാണോ? ഒരു പരുവത്തിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പൊക്കോളാം. നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല അത് മേക്ക് ചെയ്തേക്കണം. നല്ല ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് മേക്ക് ചെയ്തത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. സത്യമായിട്ടും ഇവരെന്നോട് കഥ പറയാൻ വരുമ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. സത്യമായിട്ട് അങ്ങനെയല്ല പറഞ്ഞത്. അവിടെ നിന്ന് കുറച്ച് ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒന്നും ഞാൻ പറയാൻ നോക്കാം. അപ്പോൾ എന്നോട് പറഞ്ഞ് 8 ദിവസത്തെ വർക്കുണ്ട്. ശരിക്കും ഒരു സിനിമ വന്നു എന്ന് മാത്രമേ വിചാരിച്ചു, അല്ലെ ഇങ്ങനത്തെ ഒരു സിനിമയാകുമെന്നോ അല്ലെ ഇങ്ങനൊരു വേഷത്തിലേക്ക് എത്തുമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞ് നോക്കട്ടെ വായിച്ചോളാം ശരി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞു. ഡേറ്റിനെ കുറിച്ച് മാത്രമേ ചോദിച്ചുള്ളൂ. അത് പോയി കഴിഞ്ഞപ്പോഴാണ് അതാണ് എനിക്ക് ആരുടെയോ നേരുകൊണ്ട് എനിക്കത് വായിക്കാൻ തോന്നിയതാണ് ശരിക്കും ഞാൻ ചോദിച്ചത്. സത്യമുണ്ട്. അല്ലാതെ എനിക്കൊന്നും അന്ന് കഥ പറഞ്ഞു ഒരു മാഷ് അവിടെ പോന്നു ഇവിടെ പോന്നു ഒരു എന്താണ്. പക്ഷേ ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് കിട്ടിയാൽ കൊള്ളാമല്ലോ എന്നോർത്താണ് വിളിച്ചത്. ആ കഥാപാത്രം ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ആ ഡേറ്റുകളും പുള്ളി അഡ്ജസ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരിക്കലും അഡ്ജസ്റ്റും ചെയ്യാൻ സാധ്യതയില്ല. ഓക്കെ. അപ്പൊ നമ്മളുടെ ഈ ഡയറക്ട് ചെയ്ത അനീഷ് സാറിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത് സിനിമ? സൂപ്പറാ. നേരിട്ട് പറഞ്ഞിട്ടില്ല സൂപ്പർ പറഞ്ഞ പുള്ളി അങ്ങനെ അടുത്ത പടത്തിന് വിളിച്ചില്ലെങ്കിൽ അങ്ങനെ നന്നായി പറഞ്ഞ കുഴപ്പമില്ല. പുള്ളി അങ്ങനത്തെ ആളാണ്. കോംപ്ലിമെന്റ് ചെയ്യുമ്പോഴല്ലേ പുള്ളി പണി അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് പുള്ളി അതിന്റെ ആവശ്യമില്ല. പുള്ളിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഭയങ്കര ആയിട്ട് ആ പടത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് എന്താ പറയുക മറ്റുള്ള ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഭയങ്കര ഹോം വർക്ക് അങ്ങനെ അതാണ് എനിക്ക് ആളുടെ കൂടെ ഈ പടത്ത് സഹകരിക്കാനും കാരണം. പുള്ളിയായിട്ട് ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഞാനത് സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് വരാൻ കാര്യം ആളുടെ ആ ഒരു വർക്കും പാറ്റേണും പുള്ളിയുടെ രീതികളും ആ സിനിമയോടുള്ള ആ ഡ്രീമും കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. പുള്ളിയുടെ അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആണ് പുള്ളി. ഓക്കെ. അപ്പോൾ ജെറി സിനിമയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് സെഗ്മെന്റ്സിലേക്ക് പോകാൻ പോവാം. അല്ല ചേട്ടൻ ഇങ്ങനെ വെളിയിൽ പോകാനായിട്ട് ഇങ്ങനെ ഉൾക്കൊള്ളിച്ചുള്ള. ഓക്കെ. അപ്പൊ നമ്മൾ സെഗ്മെന്റ്സിലേക്ക് പോകാൻ പോവാ. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ആദ്യത്തെ സെഗ്മെന്റിന്റെ പേര് പറയട്ടെ.
നിങ്ങൾ എന്താ ഒരു അല്ല ഇതെന്താ പറയണമെന്നുള്ളൊരു നെഞ്ചെടുപ്പ് നെഞ്ചിരിപ്പില്ല ഇങ്ങനെ എന്തോ പേടിയാന്ന് എന്തോ വീടൊന്നും അറിയത്തില്ല. ഓക്കെ. ഇത്തിരി കുസൃതിയും ഒത്തിരി ചോദ്യങ്ങളും. ആണോ? നല്ല സംഭവം കൊള്ളാം. കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? പേര് കൊള്ളാം. പേര് കൊള്ളാം. രസമുണ്ട് കേൾക്കാൻ. ശരിക്കും പറഞ്ഞാൽ അത് കുസൃതി ചോദ്യം. ഞാനൊരു ഗുമ്മിനൊരു പേരിട്ടതാ. ആ ഗുമ്മ് കൊള്ളാം. സംഭവം എല്ലാം പഴയ വീഞ്ഞായിരിക്കും, പേര് മാത്രമേ പുതിയ ഉണ്ടാവുള്ളൂ അറിയാം. ആ ഗുമ്മ് നല്ലതാ അല്ലേ? ആ ഗുമ്മ് കൊള്ളായിരുന്നു. അടുത്ത ഗുമ്മ് പോട്ടെ. നല്ല ഗുമ്മാണ് ഇത്. നല്ല ഗുമ്മ ചേട്ടാ പോട്ടെ. നമ്മളെ വാരി അലക്കാൻ പോവാ. ഞങ്ങളെ പിന്നെ വാരി അലക്കാൻ എല്ലാരും കൂടി പെണ്ണല്ലേ വാരിയലൊക്കെ. ഇല്ല നടക്കട്ടെ, കാര്യം നടക്കട്ടെ. ഓക്കെ. ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഭയങ്കര ബുദ്ധി ഉപയോഗിക്കണം കേട്ടോ ഇതിന്. അങ്ങനെയാണ് ഇവർ രണ്ടുപേരേ ഉള്ളൂ, ഞങ്ങൾ മാറിയെന്നോളാം. ഞങ്ങൾക്ക് ഉള്ളതേ ഉപയോഗിക്കാൻ പറ്റും. ഭയങ്കര ബുദ്ധി ഉപയോഗിക്കേണ്ട ഒരു സെഗ്മെന്റ് ആയത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ. കലണ്ടറിന് എപ്പോഴും വരുന്ന അസുഖം. എന്നതാ ഇതെന്താ എല്ലാരും കലണ്ടറിന് എപ്പോഴും വരുന്ന ഒരു അസുഖം. കലണ്ടറിനൊക്കെ അസുഖം വരുമോ? പിന്നെ അല്ല ബുദ്ധി ഉപയോഗിക്കണം പറഞ്ഞിട്ട് ബുദ്ധി ഉപയോഗിക്കണം. പോരട്ടെ. ക്ലൂ ഉണ്ടോ? ക്ലൂ ഒന്നും പറയാൻ പറ്റില്ല. ക്ലൂ പറഞ്ഞ ആൻസർ. എന്നാ ഉത്തരം പറഞ്ഞോ. ക്ലൂ ഇല്ലെങ്കിൽ ഉത്തരം മതി. കലണ്ടറിന് എപ്പോഴും വരുന്ന ഒരു അസുഖം. ഇത് ബുദ്ധിയുള്ള കൊച്ചാണല്ലോ, ബുദ്ധിയില്ലാത്ത ചോദിച്ചു. കിട്ടിയോ? ഫ്രഷ് ആയിട്ട് കേൾക്കുന്നു ചോദ്യം. അത് നല്ല ചോദ്യം. ഞാൻ പറഞ്ഞില്ലേ അതെ. എന്തായിരുന്നു? മന്ത്. ചേട്ടാ ഇതിനൊരു വീക്കാതെ രണ്ടായിരം അതൊരു വീക്കാറുണ്ട്. ഒരു വീക്കാതെ രണ്ടായിരം. നാളെ ആങ്കറിനെ ഒരു വീക്ക് വെച്ച് കൊടുക്കണം എന്ന് പറയുന്നത് അതാണോ ടൈറ്റിൽ? പുതിയ ടൈറ്റിൽ കിട്ടിയില്ലേ? കൊള്ളാം അല്ലേ? അത് വളരെ നന്നായിരിക്കുന്നു. നല്ലതല്ലേ? പിന്നെ ഗംഭീരം. ഞാൻ പറഞ്ഞല്ലായിരുന്നു ബുദ്ധി ഉപയോഗിക്കണമെന്ന്. അതല്ല ഞങ്ങൾ ആദ്യം ഇല്ലാന്ന് പറഞ്ഞു. പറഞ്ഞത് അതും കേട്ടില്ലായിരുന്നു. ഓക്കെ, അടുത്തത്. ഇറച്ചി ചേർക്കാത്ത മന്തി ഏതാണ്? ഇറച്ചി ചേർക്കാത്ത മന്തിയോ? ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇറച്ചി ചേർക്കാത്ത മന്തി. ചമ്മന്തിയാണ്. ചമ്മന്തി. യെസ്. ഓ കണ്ടോ? ബുദ്ധിയുണ്ട്. താഴെ തട്ടിലേക്ക് ഇറങ്ങി പോകണം. ഞങ്ങൾ നമ്മുടെ സ്റ്റാൻഡേർഡിൽ തന്നെ അവിടെ നിന്നും താഴെ പോകണം. കൊള്ളാം അല്ലേ? പിന്നെ ഇത് വളരെ ഇറങ്ങി തുടങ്ങിയല്ലേ? പിന്നെ പുള്ളി അവിടെ നമ്മളെ വേണ്ടി കണ്ടാ മതി. ഇപ്പൊ മനസ്സിലായില്ലേ ബുദ്ധി ഇങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു ലെവല് മനസ്സിലായില്ലേ? പിന്നെ ഇനി എല്ലാ ചോദ്യം ഇങ്ങോട്ടാക്കി. ഓക്കെ, അടുത്തത്. ഗുണ്ടാ ലിസ്റ്റിൽ പേരുള്ള കിളി ഏതാണ്? ഗുണ്ടാ ലിസ്റ്റിൽ പേരുള്ള കിളിയോ? വെട്ടുക്കിളിയാണോ? അല്ല, വെട്ടുകിളിയോ? വെട്ടുകിളി. ചോദ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ നേരത്തെ? ഞാൻ പറഞ്ഞിട്ടില്ല. അടുത്തത്. എല്ലാ പോയിന്റും എല്ലാ പോയിന്റ് അങ്ങോട്ട് 2 പോയിന്റ് ആയിരുന്നു. 2 പോയിന്റായി. 2 പോയിന്റായി. അങ്ങനെയാ, നല്ല ബുദ്ധിയുള്ള പിള്ളേരൊക്കെ മാർക്ക് വാങ്ങും. നല്ല ബുദ്ധിയുള്ള പിള്ളേരൊക്കെ മാർക്ക് വാങ്ങും. അല്ലാത്തവര് നമ്മളെപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കും. നമ്മളെ പോലെ ബുദ്ധിയില്ല. അപ്പൊ നമ്മൾ രണ്ടുപേരും ഉണ്ട്. ഉണ്ട്. അടുത്ത പറയാം. അടുത്തത്. വെള്ളത്തിൽ വീണാൽ നനയാത്തത് എന്ത്? എനിക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് ഇനി നിങ്ങളുടെ ഊഴ. അതെ, ചേട്ടൻ വിട്ടു തന്നിരിക്കുന്നു. പാസ്. വെള്ളത്തിൽ വീണാൽ നനയാത്തത് എന്താണ്? എനിക്ക് ഞാൻ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് എനിക്ക് കുരുട്ട് സാധനങ്ങൾ വരില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഒഴിവാകാൻ പറ്റത്തില്ല. ഞാൻ പറയട്ടെ? നിഴൽ. വെള്ളത്തിൽ നനയാത്തത്. നിഴൽ വെള്ളത്തിൽ വീണ നനയത്തില്ല. ഈ മനുഷ്യ കൊടുക്കത്ത് ബുദ്ധിമുട്ടായിരിക്കണം എന്നുള്ളത് അറിയാം. പറ്റിക്കായിരിക്കുക. നമ്മളിതൊക്കെ ഇപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇവർക്ക് പ്രത്യേകിച്ച് വേറെ പണിയില്ലല്ലോ, നമുക്ക് വർക്കൊക്കെ ഉള്ളതല്ലേ. ചേട്ടാ, ഇതൊരു പണിയാ. അതാ ഇനിയുണ്ടെങ്കിൽ ചാക്ക് കണക്ക് പറഞ്ഞേ. ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ. അയ്യോ. കറക്റ്റാ. അയ്യോ അയ്യോ. ഇഷ്ടം പോലെ കിട്ടി. അയ്യോ അതേക്കുറിച്ച് ചോദിച്ചതല്ലേ? ഓക്കെ, അയ്യോ മതിയോ? നിങ്ങക്ക് മതിയോ? അല്ല, നമുക്ക് നേരത്തെ മതിയായിരുന്നു. ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം കഴിഞ്ഞപ്പോഴേ അയ്യോ വെച്ചാൽ നമ്മള് പടത്തിൽ കുറച്ച് ആർട്ടിസ്റ്റുകൾ കൂടി ഉണ്ട്. ഞാൻ പറയാം, പുതുമുഖങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ മോളായിട്ട് റൂത്ത് പി ജോൺ എന്ന് പറയും. റൂത്ത് അത്യാവശ്യം നല്ലൊരു പെർഫോമറാണ്. പിന്നെ കെസിയ, പ്രമോദറിൻ്റെ മോളായിട്ട് കെസിയ എന്നൊരു കുട്ടിയാണ് വരുന്നത്. പിന്നെ എൻ്റെ മോനായിട്ട് വരുന്നത് ശിവഹരിഹരൻ എന്ന് പറയും. ശിവ ഇവിടെ ഓസ്ലാറിൽ ഇപ്പോൾ എല്ലാ പടങ്ങളിലേക്കും ശിവയാണ് എൻ്റെ മോനായിട്ട് ചെയ്തിരിക്കുന്നത്.
പിന്നെ വൈഫായിട്ട് ചെയ്തിരിക്കുന്നത് അനു എന്ന് പറയും, ഇടുക്കി ബേസ് ചെയ്യുന്ന അനു, കുറച്ച് പടങ്ങളിലുള്ളതാണ്, അവരും നല്ലൊരു ആർട്ടിസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു ക്യാരക്ടർ ചെയ്യുന്ന അനിൽ കെ ശിവറാം എന്ന് പറയും, അനിലേട്ടൻ അപ്പൻ സിനിമയിലോട്ട് അനിലേട്ടനുണ്ട്, നല്ല രസമുള്ള ക്യാരക്ടറാണ്. പിന്നെ പീറ്റ എന്നൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഷൈജു ഇടുക്കി എന്ന് പറയും. പിന്നെ മിനി എന്ന് പറഞ്ഞ വൈഫായിട്ട് മിനി അത്യാവശ്യം ഒരു ആർട്ടിസ്റ്റാണ്, ഡയറക്ടറാണ്. ഡിവോഴ്സിൻ്റെ പടങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ സ്റ്റാലിൻ, കുമാർ സേതു മെമ്പറായിട്ട് കുമാർ സേതുവും അത്യാവശ്യം ഫെമിലിയറായ ഒരു ഫേസാണ്. അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാരും തന്നെ ഫെമിലിയറായും നല്ല ആർട്ടിസ്റ്റുകളും തന്നെയാണ് നമ്മളതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എല്ലാവരും തന്നെ. പിന്നെ അവിടെ നാട്ടുമ്പുറത്തുള്ള കുറേ പേരും. പിന്നെ നിസ്മൽ ആണ് നമ്മുടെ ക്യാമറ ചെയ്തിരിക്കുന്നത്. പുല്ലെന്ന് പടം അത്യാവശ്യം നല്ല മിടുക്കനായൊരു ക്യാമറമാനാണ്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് രോഹിത് എന്ന് പറയും. നമ്മുടെ രേഖ എന്നുള്ള പടങ്ങളൊക്കെ ചെയ്ത രോഹിത്താണ്. ഇപ്പം അപ്കമിങ് 2-3 പടങ്ങൾ വരുന്നുണ്ട്. പിന്നെ റൈറ്റർ നൈജിൽ മാനുവൽ. നൈജിലാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. നൈജിലാണ് ഇപ്പം നിന്ന സമയത്ത് ഹൈ റേഞ്ചിൽ നിന്നപ്പോൾ സംഭവം ഒരു ഇൻസിഡൻ്റാണ് നമ്മുടെ ഈ സ്റ്റോറി, ഞാൻ പറയുന്നത് ട്രൂ സ്റ്റോറിയാണ്. പിന്നെയാണ് അത് നമ്മുടെ ഫിലിമിലേക്ക് ഇനി കൺവേർട്ട്. ഈ കഥാപാത്രങ്ങളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ ഇപ്പോഴും. അപ്പോൾ അവിടെ നിന്നാണ് ഉരുത്തിരിഞ്ഞാണിത് സ്ക്രിപ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഏകദേശം ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് നിൽക്കുന്ന ക്രൂ മെമ്പേഴ്സും ആർട്ടിസ്റ്റുകളൊക്കെ നമ്മളിതിനകത്ത് സഹകരിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ ചിലരുടെ പേരറിയാൻ പാടില്ലെന്നേ ഉള്ളൂ. സിനിമ കാണുമ്പോൾ ഇവരൊക്കെ ഇന്ന സിനിമയിലുള്ളവരില്ലെന്ന് തോന്നും. ചില പേരുകൾ പെട്ടെന്ന് അത്ര, പക്ഷെ നല്ല ക്യാരക്ടേഴ്സ്, നല്ല ഗംഭീരമായി പെർഫോം ചെയ്യുന്ന കുറേ ആളുകൾ. ഇടുക്കിയിലെ കുറേ നാടക പ്രവർത്തകരുണ്ട് അതിനകത്ത്. നല്ല രസകരമായി ഞാൻ നാടകക്കാരനായിട്ട് പറഞ്ഞു. പെട്ടെന്ന് അവരൊക്കെ ആയിട്ടൊരു സൗഹൃദവും നല്ല പെർഫോമർ ചെയ്യുന്ന ആളുകളായിരുന്നു. പിന്നെ ഇതിനകത്ത് ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് ഈ പറഞ്ഞാലും ഒരു കുറേ നമ്മളൊരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കംപ്ലീറ്റ് നൈറ്റാണ് പോയിരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ വൈകിട്ട് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വെളുപ്പിനെ 5 മണി 6 മണി വരെയൊക്കെ നമ്മൾ പോകും. സെറ്റർ എഴുതുക, ആക്ഷൻ അത് പിടിക്കാൻ വേണ്ടി വേറെ നമ്മൾ ആളെ വെച്ചിരിക്കുക. ഇതെല്ലാം ശരിക്കും ഷൂട്ടിംഗ് ഭയങ്കര ഒരു എങ്ങനെയാ നിങ്ങള് മിക്കവാറും അസുഖങ്ങൾ, പനിയും എല്ലാം നമ്മുടെ ഈ പെണ്ണ് പനി വന്നില്ലേ, പനി പിടിച്ചങ്ങ് എന്നിട്ട് അങ്ങനെ കിടക്കുക. ഷോർട്ടാകുമ്പോൾ വന്നിട്ട് 2 സെറ്റർ കിട്ടാൻ അത്രയും, അത് ഡിസംബർ മാസമാണല്ലോ. ഡിസംബർ ഞാനത് മുമ്പ് പറഞ്ഞു, അവിടെ ഉള്ളവർ പറഞ്ഞു ഇത്രയും തണുപ്പുണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴും അറിഞ്ഞു. അവരാരും അത്ര വെളുപ്പിന് എടുക്കില്ല. 4:30 നമ്മൾ ആ സമയത്ത് തോന്നിയത് സിനിമയ്ക്ക് വരിക വേണ്ടായിരുന്നു. കൂടുതൽ ലൈറ്റ് സീക്വൻസാ കൂടുതൽ. അപ്പൊ ഈ ടേക്ക് എടുക്കുന്ന സമയത്ത് സെറ്റർ മാറ്റി ടേക്ക് എടുക്കുക, ഓടിപ്പോയി സെറ്റർ എടുത്തിടുക. അതിന് വേണ്ടി ഒരാളെ അത്രയും ഭയങ്കര അത്രയും ഒരു കഷ്ടപ്പാട് എൻ്റെ അകത്ത്. അങ്ങനെ എല്ലാവരും സഹകരിച്ചെടുത്തൊരു പടമാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകർ ആ ഒരു ഞങ്ങൾ കഷ്ടപ്പാടിനൊക്കെ ഒരു റിസൾട്ട് 100% ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും നല്ലൊരു ഫിലിമായിരിക്കും. ഫീൽ ഗുഡായിട്ട് നല്ലൊരു കോമഡി സസ്പെൻസാണ് പടം. ഇപ്പോൾ വലിയ സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയമാണല്ലോ ഇത്. നമ്മുടെ വലിയ സിനിമയല്ലെന്നുള്ള നമ്മളെ വലിയ സിനിമ, പക്ഷേ ഈ വലിയ താരങ്ങളില്ല അങ്ങനെയില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനെയൊക്കെ ഒഴിവാക്കപ്പെടാതിരുന്നാൽ മതി. കാരണം ഇതൊക്കെ നല്ല സിനിമകളാണ്. ഇങ്ങനെ ഇപ്പോൾ കുറേ സിനിമകൾ ഇങ്ങനെ വന്നു. വലിയ സിനിമകൾക്കിടയിലൂടെ നമ്മൾ വലിയ എന്താ പറയുന്നത്, വൻ ബഡ്ജറ്റിലുള്ള വലിയ സിനിമകൾക്കിടയിൽ ഇങ്ങനെയുള്ള വരുന്ന സിനിമകൾ ചിലതൊക്കെ ഭയങ്കര രസമുള്ള സിനിമകളായിരിക്കും. പ്രേക്ഷകരിലേക്ക് എത്താതെ പോകുമ്പോൾ കുറേ കലാകാരന്മാരുടെ അധ്വാനം വെറുതെ ആയി പോകും. അപ്പോൾ അതുകൂടെയൊക്കെ ഒന്ന് പരിഗണിക്കണം, ഞങ്ങളെക്കൂടെയൊക്കെ ഒന്ന് പരിഗണിക്കണം. നമ്മളൊക്കെ വലിയ സിനിമകളുടെ ഭാഗങ്ങളായിട്ട് നമ്മൾ നല്ല ഇതുപോലുള്ള സിനിമകൾ, അപ്പോൾ ഈ ഇതുപോലുള്ള സിനിമകളൊക്കെ നമ്മൾ ചെയ്യുന്ന നല്ല പെർഫോമൻസ് കേൾക്കുന്ന ശരിക്കും ഗംഭീര ക്യാരക്ടറുകളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചിലപ്പോൾ മറ്റു ചില വലിയ സിനിമകളിൽ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കഥാപാത്രം ഇത് ഭയങ്കരമായിരിക്കും, പക്ഷേ സിനിമ ഇതായിരിക്കും ഹൈറ്റ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒത്തിരി ഒരുപാട് കഴിവുള്ള കലാകാരന്മാരുടെ ഒരുപാട് കഴിവുകൾ ചേർത്ത് വെച്ചൊരു കുഞ്ഞ് ഇതാണ്. അപ്പോൾ അത് ചെറിയ പടം എന്നുള്ള രീതിയിലോ അല്ലാതെ ആളുകളുടെ ഇടയിലേക്ക് എത്തപ്പെടാതെ പോയാൽ അതിൻ്റെ നഷ്ടം, നല്ല സിനിമകൾ കാണാനുള്ള പ്രേക്ഷകൻ്റെ ഒരു അവസരം നഷ്ടപ്പെടും. ഒപ്പം ഞങ്ങളുടെ അധ്വാനം വെറുതെ ആയിപ്പോകും. ഈ ചെറിയ പടം എന്ന് പറയുമ്പോൾ നമ്മുടെ പടം വലിയ പടം തന്നെ. ആർട്ടിസ്റ്റുകളെല്ലാം നമ്മൾ ഈ പുതിയ എല്ലാവരും ആക്ച്വലി ഇത് ആർട്ടിസ്റ്റ് വരുമ്പോൾ വലിയ പടമായി പോവുകയും ചെയ്യും. പക്ഷേ വേറെ വ്യത്യാസം ഇവിടെ ഇല്ലാതാനും ആ ഒരു വലിയ പടത്തിന് വേണ്ട എല്ലാ കഷ്ടപ്പാടും മുടക്കും കാര്യങ്ങളെല്ലാം എല്ലാത്തിനും വേണ്ടി ഒരു ഇതിനകത്തുണ്ട്. അപ്പം പിന്നെ ഇതൊരു ആർട്ടിസ്റ്റ് വെച്ചാണെങ്കിൽ ഈ പടം ഇപ്പോഴൊന്നും നടക്കൂല താനും. ഒരു 2-3 വർഷത്തേക്ക് നോക്കണ്ട. അതാണ് വേറെ ഇത്. അപ്പം നമ്മൾ ഈ പടം പെട്ടെന്ന് നമ്മുടെ പ്രൊഡക്ഷൻ 3 പ്രാവശ്യം പൂത്ത് അത് കായെടുത്തതിന് ശേഷം ഈ പടം നടക്കുന്നത്. ഞങ്ങൾക്കൊന്നും വലിയ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏല വെച്ചെന്നെ അന്ന് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ
അങ്ങനെ ഈ പ്രമോദേട്ടൻ ഇങ്ങനെ തന്നെയായിരുന്നു സെറ്റിലൊക്കെ? രാത്രി കഥകളും പരിപാടിയും ഭയങ്കര രസമാണ്. ഇങ്ങനെ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ നമ്മൾ മൂടിക്കെട്ടിയിരിക്കുന്ന പ്രത്യേകിച്ച് ഞാൻ തീർത്തും വല്ലാത്തൊരു നാട്ടുപ്രദേശത്തുകാരനാണ്. എപ്പോഴും നമ്മുടെ നാട്ടുപ്രദേശത്ത് CCTV ക്യാമറ പോലെ ചായക്കട ഒരാളിരിക്കുന്നതും അവിടെ പോയി ഒരുപാട് വർത്താനം പറഞ്ഞിരിക്കുന്നു, അവർ പറഞ്ഞ രസങ്ങളൊക്കെ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകളൊക്കെ പറഞ്ഞു എന്നെ ഒരിക്കലും പൂട്ടിക്കെട്ടിയിടാൻ ഞാൻ അനുവദിക്കില്ല. അപ്പോൾ എനിക്ക് കിട്ടാവുന്ന സ്ഥലങ്ങൾ എവിടെയാണെങ്കിലും ആരോടാണെങ്കിലും സംസാരിക്കേണ്ട സമയങ്ങളിൽ സംസാരിക്കും. പിന്നെ അല്ലാതെ നമ്മൾ ജീവിക്കുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ പ്രമോദരൻ അവിടെ ഇരിക്കും, ആ സെറ്റിലുള്ള എല്ലാവരും ചുറ്റും ഇരുന്നൊരു കഥയേക്കലാണ്. തമാശ കഥകളൊക്കെ ഇങ്ങനെ പറയാവുന്ന ഷോട്ട് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഒരു ഗ്രൂപ്പ്. ചൂട് അല്ലാതെ നമ്മളെ ഓർത്തിരിക്കാനൊക്കെ ഉള്ള ചില അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഞാൻ കണ്ടെത്തുന്നത്. ഇപ്പോൾ ഈ സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ ആലോചിക്കുമ്പോൾ ഒരു ചെറിയ വേഷം തന്നെ പുള്ളിയെ വിളിക്കാം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയുള്ളൊരു തന്ത്രം തന്നെ. അപ്പോൾ അങ്ങനെ തന്നെ വിചാരിച്ചു. അല്ല ഇത്ര തന്നെ, അല്ലാതെ ഞാൻ സമയം വിളിച്ചാൽ മതി. അതൊന്നുമില്ല നമുക്ക്. അങ്ങനെ നമ്മൾ തണുപ്പൊക്കെ കൂടി കുറേ ദിവസങ്ങൾ അടുപ്പിച്ച് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് താഴെ ഒരു മുറിയില്ല. ഞാൻ തണുപ്പ് കൂടിയിട്ട് പോയി കിടക്കും. നമ്മുടെ കോശം എന്താ നമ്മുടെ പുള്ളിക്കാരുടെ പേര് സന്നിധ. ഒരു സ്റ്റെപ്പ് ഇറങ്ങി കടകടാന്ന് സ്റ്റെപ്പ് കേൾക്കുമ്പോൾ ഞാൻ ജാക്കറ്റ് ഓടണ്ട ഞാൻ പതുക്കെ വന്നോളാം. അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് അല്ലാതെ ജാടയെടുത്ത്, പ്രത്യേകിച്ച് ഈ ലൊക്കേഷൻ്റെ ഒരു പ്രത്യേകത ക്യാരവാൻ ഇല്ലാത്തൊരു ലൊക്കേഷനാണ്. അവിടെ ക്യാരവാൻ്റെ ആവശ്യമില്ല, വെളി തണുപ്പാണല്ലോ. പിന്നെ അപ്പോൾ അങ്ങനെ എന്താ പറയുക, അങ്ങനെയുള്ള സമയങ്ങളിൽ ചുമ്മാ ഇരിക്കുമ്പോൾ കുറേ ട്രൈ ആകുമ്പോൾ നമ്മൾ കുറേ തമാശകളും രസങ്ങളും കുറേ പാട്ടുമൊക്കെ പാട്ട് പാടിച്ചേക്കായിരുന്നു അല്ലേ? തിന്നായിരുന്നു ഒക്കെ പാട് രസകരമായ. ശരിക്കും വീട്ടിൽ നിന്ന് പ്രത്യേകം പറഞ്ഞോട്ട് മിണ്ടി പോരുന്നു. അല്ലല്ല എന്നാ അറിയോ, ഭാര്യയ്ക്കും മോനും ഒക്കെ വെളിയിൽ ഇറങ്ങി നടക്കണമെന്ന്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടില്ലുണ്ട്, നിങ്ങൾക്കൊക്കെ അങ്ങ് വീട്ടിൽ പോവാം. ഞാൻ കഴിഞ്ഞ ആഴ്ചയായി കഥാവട്ട് വന്നത്. മറ്റേ ചന്ദ്രനിൽ പോയിരിക്കാറ് എല്ലാവരും കണ്ടു കേട്ടാ പോകുന്നത്. ഒരൊറ്റ സിനിമയോട് കൂടി നമ്മള് ഏറിപ്പോക്കൊന്നും നമ്മള് ജീവിതത്തിൽ വലിയ കാര്യമാണ്. അത് പോകും വരും അല്ലേ? അതൊരു തട്ടി കളിച്ചോണ്ടിരിക്കും. അത് പോയിട്ട് വരുന്നില്ലല്ലോ. തെയ്യാദിനം ദിനധാരോ തെയ്യന്നം ധാരോ തകതയ്യാദിനം ദിനധാരോ തെയ്യന്നം ധാരോ തെയ്യാദിനം ദിനധാരോ തെയ്യന്നം ധാരോ തകതയ്യാദിനം ദിനധാരോ തെയ്യന്നം ധാരോ. തെക്കൂന്നൊരു കാറ്റ് വരുന്നത് കണ്ടോടാ ചെക്ക, തെക്കേലെ മാവിൻ കൊമ്പുകുലിങ്കണ കണ്ടോടാ. കാറ്റേറ്റൊരു തേൻകനി വീണാൽ പൊന്നിറമൊരു മാങ്കനി വീണാൽ ഓടിയോടിയോടിയെത്തണതാരാടാ ചെക്ക, ഓടിയോടിയോടിയെത്തണതാരാടാ ചെക്ക. തകതിമിതയ്യാദീനം ദിനധാരോ തെയ്യന്നം ധാരോ തകതയ്യാദീനം ദിനധാരോ. ബാക്കി ഇനി ഇന്റർവ്യൂ ഉണ്ട്, സമയമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പാട്ട്. അടിപൊളി പാട്ടാണ്. ഈ പാട്ടിന്റെ പ്രത്യേകത ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ സംഗീതം ചെയ്ത്, ഞാൻ തന്നെ പാടിയ പാട്ട്. അങ്ങനത്തെ പണിയൊക്കെ ഉണ്ട്. ഞാൻ അത്ര അറിയാം. അയ്യോ നല്ല രസമുണ്ടായിരുന്നു. ഇതിനൊക്കെയാണോ ഏറി പോണേ? ഇതിനൊക്കെയല്ല, വായിക്കിടക്കുന്ന ആ കണക്ക് എയർപോർട്ട്. അല്ല ചില സത്യങ്ങൾ വല്ലാതെ തുറന്നു. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നമ്മൾ എപ്പോഴും പറഞ്ഞു ഇതൊന്നും സ്വപ്നം കണ്ടതിൻ്റെ അപ്പുറത്തോട്ട് വന്ന് നിൽക്കുക. ഒരു നാട്ടിൻ പ്രദേശക്കാരനായതുകൊണ്ട് ചിലപ്പോൾ അങ്ങ് പറഞ്ഞു പോകും. നമുക്ക് എന്നെ കുട്ടനാട്ടുകാരൻ വെള്ളം ഒഴുകുപോലെ അങ്ങ് വർത്താനം പറയും. ആരെങ്കിലും മടം കെട്ടി ഇടും. അങ്ങനെ ഒരു കെട്ടിയിട്ട വെള്ളം അങ്ങ് പോയി. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ നമ്മളിതൊന്നും ഓർത്തോണ്ട് ഇതൊന്ന് പ്ലാൻ ചെയ്തൊന്നും പറയുന്നില്ല. അങ്ങ് പറയുക, അത്രേ ഉള്ളൂ. ഉള്ള കാലം ഇങ്ങനെയൊക്കെ സംസാരിച്ചും ചിരിച്ചും കളിച്ചും ഒക്കെ അങ്ങ് പോകുക, അത്രേ ഉള്ളൂ. നല്ലതാ. അപ്പോൾ ഫെബ്രുവരി 9 റിലീസാണ് ഈ സിനിമയുടെ. അപ്പോൾ എല്ലാവർക്കും എല്ലാ സക്സസ്സും നേരുന്നു. സിനിമ ഒരു വൻ വിജയമാവട്ടെ. ഞങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.